ഇപ്പോൾ നമ്മുടെ കൂടെ ക്രിക്കറ്റ് നിരീക്ഷകൻ അജിത് കുമാർ ഉണ്ട്. അദ്ദേഹത്തോടു കൂടി മഹേഷിന് സംസാരിക്കാം. യെസ്, ശ്രീ ഡോക്ടർ എൻ അജിത് കുമാർ, ടീം താങ്കൾ കേട്ട് കാണും. രോഹിത് ശർമ്മ നയിക്കുന്നു, ഗിൽ ഉപനായക സ്ഥാനത്തേക്ക് എത്തുന്നു, മുഹമ്മദ് ഷമി തിരിച്ചെത്തുന്നു, മുഹമ്മദ് സിറാജ് ഇല്ല, സഞ്ജു സാംസണും ഇല്ല. പക്ഷേ ഈ ടീമിനെ നമുക്ക് എങ്ങനെ കാണേണ്ടി വരും? ടീം അവൈലബിൾ ടീം നോക്കുമ്പോൾ അത്രയും വലിയ മോശം തോന്നില്ല. കാരണം ഇന്ത്യയുടെ പ്രശ്നം നമുക്കിപ്പോ സർപ്ലസ് ഓഫ് റിച്ചസ് ആണ്. വളരെ അധികം പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അഗർക്കറിനോട് എന്തുകൊണ്ട് നിങ്ങൾ കരുൺ നായറിനെ എടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ആരെയാണ് അദ്ദേഹം ആരെ റീപ്ലേസ് ചെയ്യും എന്നൊരു ചോദ്യം മറുചോദ്യമാണ് ചോദിച്ചത്. അതും കറക്റ്റാണ്. രാഹുലിനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല, ശ്രേയസ് അയ്യറിനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വിരാട് കോഹ്ലിയാണ്. പക്ഷെ കോഹ്ലിക്ക് ഒരു ചാൻസ് എങ്കിലും കൊടുക്കണമല്ലോ. കൊടുക്കാതെ അവർക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കൂടിയാണ്. കോഹ്ലി ഇതുവരെ മോശമായി പെർഫോം ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ എടുത്തു നോക്കുമ്പോൾ അവർക്ക് വഴി ഉണ്ടായിരുന്നില്ല എന്നാണ്. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഞങ്ങൾ കണക്കിലെടുക്കും. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അദ്ദേഹത്തെ ടീമിൽ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ആ കാര്യം പറഞ്ഞത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത്രയും ഫോമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇന്നലെ സ്കോർ എടുത്ത് നോക്കിയായിരുന്നു. 684 റണ്ണും കൂടി എടുത്തപ്പം അദ്ദേഹം 762 റണ്ണാണ് എടുത്തിരിക്കുന്നത്. 772 റൺസ് എടുത്തിരിക്കുന്ന ഒരു പ്ലെയർക്ക് ഇന്ത്യൻ ടീമിൽ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. സഞ്ജു സാംസന് തിരിച്ചടിയായത് എന്താകും ശ്രീ അജിത് കുമാർ? നമ്മൾ കഴിഞ്ഞ അവസാന സീസണൊക്കെ പ്രത്യേകിച്ച് T20 ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഏകദിന ഫോർമാറ്റിലേക്ക് സഞ്ജുവിനെ എന്തുകൊണ്ട് നിരന്തരം പരിഗണിക്കാതിരിക്കുന്നു എന്ന ചോദ്യത്തിന് ആരാധകർക്ക് ഒരു സ്വാഭാവികമായ ഒരു രോഷമുണ്ടല്ലോ. വിജയസാറെ ടൂർണമെന്റ് സഞ്ജു കേരളത്തിന് വേണ്ടി കളിച്ചില്ല. അതെന്തായാലും ഒരു കറക്റ്റ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അദ്ദേഹത്തിന്റെ എതിരായിരുന്നു. അത് തീർച്ചയായിട്ടും അവര് അറിയിച്ചിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് സഞ്ജു ഇല്ലാത്ത പ്രതീക്ഷയില്ല. പിന്നെ മാത്രമല്ല സഞ്ജുവിന്റെയും ചാൻസ് സഞ്ജു ആരെ റീപ്ലേസ് ചെയ്യും? ഋഷഭ് പന്തിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. KL രാഹുൽ ഉണ്ട്. ഇവർ രണ്ടുപേരാണ് ഇപ്പൊ വിക്കറ്റ് കീപ്പേഴ്സ് ആയിട്ട് ടീമിലുള്ളത്. ജുറലിനെ എടുത്തില്ലല്ലോ. ജുറൽ ഉണ്ടാവുന്നതാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. ജുറലാണോ ഇപ്പം ടെസ്റ്റ് ടീമിലെ നമ്പർ 2 വിക്കറ്റ് കീപ്പർ. അദ്ദേഹത്തെ എടുത്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ സഞ്ജു ഒരു ODIയിൽ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതേ വിജയ് ഹസാരെ ടൂർണമെന്റ് കളിക്കേണ്ടതായിരുന്നു. അത് കളിക്കാണ്ടിരുന്ന എന്തായാലും ശരിയായില്ല എന്നാണ്. അസോസിയേഷൻ ഒഫീഷ്യൽ എന്നൊരു റോൾ ഞാൻ അസോസിയേഷൻ ഒഫീഷ്യൽ ആയിരുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യത്തിൽ അദ്ദേഹത്തോട് വിഷമം തോന്നും. കാരണം കാര്യം വളരെ ടാലന്റഡ് ആണ്, ഏറ്റവും ബെസ്റ്റ് ആണ്. അവസാനത്തെ 5 T20 3 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അതെല്ലാം ആക്സെപ്റ്റഡ്. അത് T20 ഫോർമാറ്റ് ആണ്, ടെസ്റ്റ് ഫോർമാറ്റ് അല്ല. അപ്പൊ ODI ഫോർമാറ്റിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിജയ് ഹസാരെ ടൂർണമെന്റ് കൃത്യമായിട്ട് കളിക്കേണ്ടതായിരുന്നു. അത് കളിക്കാതെ എന്തായാലും സഞ്ജുവിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പാളിച്ച തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. പിന്നെ അങ്ങനെ വേറെ വഴി ആരെ റീപ്ലേസ് ചെയ്യും? പന്തിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. രാഹുലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ കരുൺ നായരുടെ കാര്യം ആണ് കൂടുതലും ഇതില് വിഷമം പന്തിനേക്കാളും. യെസ്, വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ എൻ അജിത് കുമാർ. സ്നേഹ, ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും എടുത്താൽ സഞ്ജു സാംസന് വിനയായത്. സ്വാഭാവികമായും വിജയ് ഹസാരെ ട്രോഫിയിൽ അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയില്ല. അത് തന്നെയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ടീം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു സന്തുലിതമായ ടീമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്പിൻ ത്രയം കുൽദീപ്, അക്സർ, വാഷിംഗ്ടൺ സുന്ദർ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മികച്ച ഓൾറൗണ്ടർമാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ടീമാണ് എന്ന് തന്നെ പറയാം. സഞ്ജു ഇല്ലാത്തൊരു വിഷമം മലയാളികൾക്കുണ്ട്.